തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളോട് വലിയ നന്ദി പറയുകയാണ്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ, ഞങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ തന്നെയുള്ള കൃത്യമായൊരു വിജയമുണ്ടായി. 95 തുടങ്ങിയതാണ് ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്. 95 മുതൽ 2025 വരെയുള്ള 30 വർഷത്തിനിടയിൽ 7 തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു. ആ 7 തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ വിജയമാണ് UDF നൽകിയത്. തിളക്കമാർന്ന വിജയമാണ് നൽകിയത്. ഇത് ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുന്നു. ഗൗരവത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നല്ല ഭരണമുണ്ടാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യം, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ളവർ ഒരേപോലെയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. മലബാറിലും മധ്യ കേരളത്തിലും വിസ്മയകരമായ വിജയമുണ്ടായപ്പോൾ തെക്കൻ കേരളത്തിൽ കൊല്ലം ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ വിജയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തും ഒരുപോലെ നിറഞ്ഞു നിന്ന വിജയമാണ്. അല്ല, ഞങ്ങൾക്ക് ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കണക്കൂട്ട് ഞങ്ങൾക്ക് മധ്യ കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമുണ്ടായി. ഇപ്പോൾ നമ്മൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ മധ്യ കേരളത്തിൽ, പിന്നെ കൊല്ലം ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് കോർപ്പറേഷൻ എന്നറിയാമായിരുന്നു. അത് ജയിച്ചു. അപ്പോൾ 3 കോർപ്പറേഷൻ ഉറപ്പായിരുന്നു. 4ാമത്തെ കോർപ്പറേഷൻ്റെ സാധ്യത കൊല്ലത്ത് ഞങ്ങൾ കണ്ടിരുന്നു. അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചെറിയ വ്യത്യാസത്തിലാണ് കോർപ്പറേഷൻ പോയത്. ചെറിയ വ്യത്യാസം. ഒരു കോർപ്പറേഷനാണ് ആകെ LDF കിട്ടിയത്, ചെറിയ വ്യത്യാസത്തിൽ. അതെല്ലാം കൂടി ഏകദേശം ഒരു 125 വോട്ടിനാണ് ഞങ്ങളുടെ എല്ലാ സീറ്റുകളും കൂടി തോറ്റത്. ഒരു 125 വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ കൂടി നമ്മൾ വരുമായിരുന്നു. അപ്പോൾ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് തീർച്ചയായിട്ടും വരുമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷനിൽ നമ്മൾ ഇരട്ടിയായി. BJP ആണ് ഭരിക്കുന്നതെങ്കിലും റൂറൽ ഏരിയയിൽ ഞങ്ങൾ വലിയ തിരിച്ചുവരവ് പഞ്ചായത്തുകളിലേക്കുണ്ടായി. എല്ലാ ജില്ലകളിലും വലിയ വൻ വിജയം പഞ്ചായത്തുകളുണ്ടായി. 500-ലധികം പഞ്ചായത്തുകൾ കേരളത്തിൽ നേടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചരിത്ര വിജയമാണ്. വലിയ വിജയമാണ് ജനങ്ങൾ തന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് പലതരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ UDF-നെതിരെ ഉന്നയിച്ചു. അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്ന്. അതല്ല, മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ചില വിഷയങ്ങൾ കൊണ്ടുവന്നത്. ആ വിഷയങ്ങളിലൊക്കെ ഞങ്ങളുടെ നിലപാടുകൾ വീണ്ടും CPM-നെ പ്രതിരോധത്തിലാക്കി. എന്ത് വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയതും, ഏത് വിഷയം പറഞ്ഞുകൊണ്ടാണ് ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാനും നോക്കിയത്. ഞങ്ങൾക്കെതിരായി വന്ന വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാടെടുക്കുകയും അതേ വിഷയത്തിൽ CPM-നെ ഞങ്ങൾ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ശബരിമല വിഷയത്തിൽ പൂർണ്ണമായി പ്രതിരോധത്തിലായി. സർക്കാരിന് എതിരായി ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രം, ആ കുറ്റപത്രം ജനങ്ങൾ നന്നായി ചർച്ച ചെയ്തു. പിന്നെ ഞങ്ങളൊരു ബദൽ പ്രസ്ഥാനമാണ്, ഞങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളിൽ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു.